ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ദിലീപ് നായകനായി എത്തുന്ന ഭ ഭ ഭ എന്ന ചിത്രം ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രത്തിൻ്റെ ഗ്ലിംസി കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. അതിനകത്തിൽ ഏറ്റവും വലിയ പോരായ്മയായി എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ BGM തന്നെയായിരുന്നു. ഇന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഷാൻ റഹ്മാൻ ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റുന്നു, പുതിയതായി ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരിക്കൽ കൂടി അങ്ങ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എന്താണേലും ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൻകിത് മേനോനാണ് ഇതിനകത്തിൽ ഓൺ ബോർഡായിരിക്കുന്നത് ബബയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട്. എന്തായാലും ഞെട്ടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗോകുലം ഗോപാലനും മോഹൻലാലും ദിലീപും ഒക്കെ ചേർന്നൊരുങ്ങുന്ന ഈ ഒരു ചിത്രത്തിൽ പുതിയ ഒരു BGM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടുകൂടി തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാക്കാം, ഈ സിനിമ ജയിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന സിനിമയാണ്. എങ്ങനെയെങ്കിലും ഓടിപ്പോട്ടെ എന്നുള്ളതല്ല, ഇത് ജയിപ്പിച്ച് തന്നെ വിട്ടിട്ടേ ഉള്ള പരിപാടിയുള്ളൂ എന്നുള്ളതാണ്. ബിഗ് ബജറ്റാണ്, മോഹൻലാലിൻ്റെ തന്നെ പ്രതിഫലം 10 കോടിക്ക് മുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വമ്പൻ സിനിമയായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം വരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ്. ഡിസംബർ 18 വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന നിമിഷവുമാണ്. പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രമാണ് ഡയസിറെ. ചിത്രം ഇറങ്ങുന്നത് 31-ാം തീയതിയാണ്. പക്ഷേ സിനിമയുടെ റിലീസ് അതിന് തൊട്ടു മുന്നിലത്തെ ദിവസം നമുക്കറിയാം പ്രീമിയർ ഷോയിലൂടെ ഗംഭീരമാക്കാൻ ഒരുങ്ങി, അല്ലെങ്കിൽ കൊഴുപ്പിക്കാൻ ഒരുങ്ങി തന്നെയാണ് അണിയറ പ്രവർത്തകർ നിൽക്കുന്നത്. അങ്ങനെ 30-ാം തീയതി മിക്ക സ്ഥലങ്ങളിലും, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നൈറ്റ് 9:30-ക്കും 11 മണിക്കുമൊക്കെ ആയിട്ട് ഷോകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഷോ ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളെന്നല്ല, എല്ലാം തന്നെ ഒരു 90% ഫില്ലായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നു. പലരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രീമിയർ ഷോ ഉണ്ട്, അല്ലെങ്കിൽ പ്രീമിയർ ഷോ ഉണ്ടെന്നറിയുമ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ബുക്ക് മൈ ഷോയിലൂടെ തന്നെയാണ് ആ ഒരു സംഭവം നടക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കുക കൂടി ചെയ്യുന്നു. അതായത് കൊച്ചിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും രാത്രി 9:30 എല്ലാം തന്നെ, അല്ലെങ്കിൽ 9:15 തുടങ്ങുന്ന ചിത്രം എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുള്ള് ഹൗസ്ഫുൾ എന്നുള്ള ലെവലാണ്. 11:49 10:45 ഉള്ളത് ചിലയിടത്ത്, അതായത് ഈ പറഞ്ഞ പോലെ സെൻട്രൽ സ്ക്വയർ മോളിലൊക്കെ ടിക്കറ്റ് കുറച്ച് കിട്ടാണ്ട് ബാക്കി എല്ലായിടത്തും ഓറഞ്ച് റെഡ് അലേർട്ടിൽ തന്നെ നിൽക്കുകയാണ്. എന്താണ് അത്ര കോൺഫിഡൻസോട് കൂടി തന്നെയാണ് രാഹുൽ സദാശിവൻ ഈ ഒരു സിനിമയുമായി വരുന്നത്. വയനാട് സ്റ്റുഡിയോസും രാഹുൽ സദാശിവനും ഒരുമിക്കുമ്പോൾ നമുക്ക് വീണ്ടും അറിയാം, ഭ്രമയുഗം അല്ലെങ്കിൽ ഭൂതകാലം പോലെയുള്ള സിനിമകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, ഗ്യാരൻറ്റീഡ് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും. പ്രേതകഥകൾ ഇഷ്ടപ്പെടുന്ന മലയാളിക്ക് അത് നെഞ്ചിലേറ്റാൻ വലിയ സംഭവമാണ്. എന്താണേലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. വ്യാഴാഴ്ച രാത്രി ഒക്ടോബർ 30-നുള്ള 2 ഷോകൾ വെച്ചുള്ള തിയേറ്ററുകളിൽ എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിയേറ്ററുകൾ ചാർട്ട് ചെയ്ത് വരുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് 31-ാം തീയതിയൊക്കെ. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയത്തിന് വേണ്ടി തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. വീണ്ടും പ്രണവ് മോഹൻലാൽ ഞെട്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കും ഫീലും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അത് തന്നെ തോന്നുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഗ്രേ മീഡിയാസ്.